ലഹരിക്ക് അടിമകളായ ആളുകൾ നടത്തുന്ന അക്രമങ്ങൾ ദിനംപ്രതി വാർത്തകളിൽ നിറയുകയാണ്. ഏറ്റവും അവസാനമായി കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് താമരശ്ശേരിയിൽ നിന്നാണ്. ഇവിടെ ലഹരിക്കടിമയായ ജ്യേഷ്ഠൻ അനുജനെയാണ് വെട്ടിയത്. താമരശ്ശേരി ചമൽ അംബേദ്കർ ഉന്നതിയിലെ അഭിനന്ദനാണ് തലയ്ക്ക് വെട്ടേറ്റത്. അഭിനന്ദനെ ആക്രമിച്ചത് ജ്യേഷ്ഠനായ അർജുനാണ്. അർജുൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ രാസലഹരി തുടർച്ചയായി ഉപയോഗിച്ചിരുന്നു. ഈ അഡിക്ഷൻ്റെ പ്രശ്നം കാരണം ഇയാളെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് അർജുൻ അഭിനന്ദിനെ വെട്ടിയതെന്നാണ് പറയുന്നത്. ഇവരുടെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ചമൽ കാരപ്പറ്റ ക്ഷേത്രം. ഇവിടെ ഗുരുതിത്തറയിൽ സൂക്ഷിച്ചിരുന്ന വാളുകൊണ്ടാണ് അനുജനെ ഇയാൾ വെട്ടിയത്. രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസം. ഗുരുതിത്തറയിൽ സൂക്ഷിച്ചിരുന്ന വാളെടുത്ത് ഇയാൾ അനുജനെ വെട്ടുകയായിരുന്നു. അനുജന് തലയിൽ 6 സ്റ്റിച്ചുണ്ട്. വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും 6 സ്റ്റിച്ചുകൾ ഇയാളുടെ തലയിൽ ഈ ഒരു അക്രമത്തെ തുടർന്ന് ഇടേണ്ടി വന്നിട്ടുണ്ട്. ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയാനാകുന്നത്. ഈ വാള് എടുത്ത് കൊണ്ടുപോയത് ക്ഷേത്രം ഭാരവാഹികൾ അറിഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് അതിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും അർജുൻ ഇപ്പോൾ താമരശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാനാകുകയുള്ളൂ. ഈ ലഹരിയുടെ ഉപയോഗം നമുക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആശങ്ക നൽകുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെയാണ് ഇപ്പോൾ നമുക്ക് താമരശ്ശേരിയിലെ ഈ സംഭവത്തെ ചേർത്ത് പറയേണ്ടത്. CB അനുമോദ്, ന്യൂസ് 18.